അടുത്ത ഒരു 5 വർഷത്തേക്ക് മലയാളം സിനിമയിൽ എന്ത് ചെയ്താലും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്താൽ അത് വർക്കൗട്ട് ആവും എന്ന് പറഞ്ഞ ഫഹദ് ഫസലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ അത്രയും വലിയൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഇറ്റ് വർക്ക്ഡ് റിയലി 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 വെൽ. ഗഗനചാരിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗഗനചാരി, വാട്ട് എ വണ്ടർഫുൾ മൂവി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ചിരിച്ചു. മലയാളത്തിൽ ഇങ്ങനൊരു അറ്റംപ്റ്റ് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മലയാളത്തിൽ ഒരു സൈഫൈ പിന്നെ ഏലിയൻ ബേസ്ഡ് അല്ലെങ്കിൽ സ്പേസ് ബേസ്ഡ് മൂവി എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ലൈക്ക് ഐ നോ ചുരുളിയൊക്കെ ഉണ്ടെന്നുള്ളത്, ബട്ട് ചുരുളി ഈസ് ലൈക്ക് അപ് ടു വ്യാഖ്യാനം അല്ലേ, ഇറ്റ്സ് അപ് ടു പീപ്പിൾസ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്യോർ സൈഫൈ, ഒരു പ്യോർ എന്താ പറയുക ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ, ഒരു പ്യോർ ഏലിയൻ ബേസ്ഡ് ആയിട്ടുള്ള മൂവി എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ ഗഗനചാരി തന്നെയാണ് ഒരു ഫസ്റ്റ് മൂവി എന്നൊക്കെ പറയാനായിട്ട് നമുക്കുള്ളത്. പക്ഷേ ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നും അല്ല മാൻ. ഇതിൽ അജു വർഗീസ് ആയിക്കോട്ടെ, നമ്മുടെ ഗോകുൽ സുരേഷ് ആയിക്കോട്ടെ, നമ്മുടെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ, അഴിഞ്ഞാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അനാർക്കലി ആയിക്കോട്ടെ. മാൻ, ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അടിപൊളി. അതായത് കേന്ദ്ര സർക്കാരിനൊക്കെ ഇട്ടിട്ട് വെച്ചടിയോട്ടടിയാണ്. പക്ഷെ അതൊക്കെ വളരെ ഭംഗിയായിട്ട്, അതായത് എല്ലാവർക്കും ഇട്ടിട്ട് ലൈക്ക് ഞാൻ കേന്ദ്ര സർക്കാർ എടുത്ത് പറഞ്ഞ കാരണം ചില മോമെന്റ്സ് ഉണ്ട്, ഗോകുൽ സുരേഷിന്റെ ഒക്കെ ചില മോമെന്റ്സ് ഉണ്ട്, നല്ല അടിപൊളി മോമെന്റ്സ് ഉണ്ട്. സോ യു ഹാവ് ടു വാച്ച് ഇറ്റ്. എനിക്ക് സ്പോയിലേഴ്സ് പറയാൻ തീരെ താല്പര്യമില്ല, ബട്ട് സീരിയസ്ലി ഗൈസ്, യു ഹാവ് ടു വാച്ച് ദിസ് മൂവി. ഈ മൂവി മൊത്തം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ടാൾക്കാർ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ ഏലിയനായിട്ടുള്ള ബന്ധം എങ്ങനെയാ, ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ലെറ്റ്സ് സേ ഒരു ഡോക്യുമെന്ററി പിടിക്കാനായിട്ട് രണ്ടുപേരും വരുന്നു. അപ്പോൾ അവർക്ക് ഗണേഷ് കുമാറിനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് അജു വർഗീസ് ഉണ്ട്, നമ്മുടെ ഗോകുൽ സുരേഷ് ഉണ്ട്. അപ്പോൾ അവര് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ചിറ്റപ്പൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലാണ് പടം പോകുന്നത്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഡോക്യുമെന്ററി, ഇറ്റ്സ് ലൈക്ക് എ മോക്യുമെന്ററി. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഒരുമാതിരി ആളെ വെച്ചടിക്കുന്ന രീതിയിലും പിന്നെ എന്താ പറയുന്നത് ഫുൾ സക്കാസവും എല്ലാം മിക്സ് ചെയ്തിട്ട്, അതായത് കേരളം ഇനിയിപ്പോൾ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ ഫുള്ള് പിന്നെ അടിച്ച് സീനായി വേറെ ലെവലായി പോയാലും മലയാളിയുടെ സ്വഭാവം, അതായത് സർക്കാസം അല്ലെങ്കിൽ തമാശ അല്ലെങ്കിൽ പിന്നെ തമ്മിൽ ആക്കുന്നത് അല്ലെങ്കിൽ സ്വയം ആക്കുന്നത്, അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഒരു മാറ്റവും വരില്ല എന്നുള്ളതിന് 100% ഒരു ഉറപ്പ് എന്നുള്ള രീതിയിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ ഓരോ ക്യാരക്ടറും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇൻ ടോട്ടാലിറ്റി അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ആൻഡ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ മോക്യുമെന്ററി എന്നാണ് എടുത്തു പറയേണ്ടത്. ആൻഡ് വാട്ട് എ ഗ്രേറ്റ് മൂവി ടു വാച്ച്. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഗഗനചാരി ഇറ്റ്സ് സ്റ്റിൽ റണ്ണിങ്, അപ്പോൾ പോയി കാണാൻ പറ്റുവാണെങ്കിൽ കാണണം. നിങ്ങളതിന് പിന്നെ OTT വേണ്ടിയിട്ട് റിലീസ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഇറ്റ്സ് എ ഹ്യൂജ് ഫൺ റൈഡ്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറച്ച് ചിരിയും കയ്യടിയും ആ രീതിയിലായിരുന്നു പടം പോകുക. ആൾക്കാർ ലൈക്ക് പീപ്പിൾ വർ കണക്ടിങ് വിത്ത് ദ ജോക്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ ഫൺ ടൈം ടു വാച്ച് ഇറ്റ് ആസ് വെൽ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഗഗനചാരിയുടെ പിന്നെ അടുത്ത പാർട്ടായിട്ട് പിന്നെ സുരേഷ് ഗോപിയെ മെയിൻ ക്യാരക്ടർ ആക്കിയിട്ടൊരു സാധനം വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഈ മൂവിയുടെ എന്താ പറയുക ഡയറക്ടർ അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് മണിയൻ ചിറ്റപ്പൻ. അപ്പോൾ അതും ഐ ആം ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതായത് ഈ മൂവിയുടെ ഡയറക്ടർ അരുൺ ചന്തു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മൂവിയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയായിട്ടൊരു ബന്ധമുണ്ട് അരുൺ ചന്തുവിന്. എങ്ങനെയാണെന്ന് വെച്ചാൽ തട്ടത്തിൻ മറയത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻസ് ചെയ്തത് അരുൺ ചന്തുവാണ്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ അരുൺ ചന്തുവോട് പറയാണ് തട്ടത്തിൻ മറയത്തിൻ്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യണം. ദാറ്റ്സ് ഹൗ ഹിസ് ട്രാവൽ സ്റ്റാർട്ടഡ് ഐ ബിലീവ്.
അതായത് സാജൻ ബേക്കറി എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് അരുൺ ചന്തുവും ശിവ സായിയും കൂടെ, അത് ഈ റൈറ്റേഴ്സ് രണ്ടുപേരും കൂടെ ഈ ഒരു ഏലിയൻ സ്റ്റോറി, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏലിയൻ സ്റ്റോറി അജു വർഗീസിന്റെ അടുത്ത് പറയാണ്. അപ്പൊ അജു വർഗീസ് ആണ് ഇവരോട് സജസ്റ്റ് ചെയ്യുന്നത്, നമുക്കിതൊരു വേറൊരു ലൈനിൽ പിടിച്ചാലോ, അതായത് നമ്മുടെ കിലുക്കത്തിലെ രേവതിയുടെ സ്ഥാനത്ത് ഒരു ഏലിയൻ ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ഒരു ഐഡിയ കൊടുത്തത് അജു വർഗീസ് ആണ്. ആൻഡ് ഫ്രം ദെയർ ദ പ്ലോട്ട് ട്വിസ്റ്റ് കെയിം ഇൻ. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു പിന്നെ പടത്തിലേക്കുള്ള ഒരു വഴി വെട്ടിത്തുറന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ അജു വർഗീസ്, എനിക്ക് നമ്മൾ പലപ്പോഴും പുള്ളി അണ്ടർ റേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പലപ്പോഴും പുതിയ ഒരുപാട് സംവിധായകരുടെ, പുതിയ ഒരുപാട് ആക്ടേഴ്സിന്റെ പല സ്റ്റോറീസിലും യു ക്യാൻ ആക്ച്വലി സീ അജു വർഗീസ് ഇൻഫ്ലുവൻസ്. എവിടെയെങ്കിലുമൊക്കെ പുള്ളിയെ കണ്ടിട്ട് പുള്ളി എന്തെങ്കിലും പറഞ്ഞത് വെച്ചിട്ട് പുള്ളി മനസ്സിലായി ഈ ഒരു സാധനം അജു വർഗീസ് ഓൾവേസ് ഡസ്. ആൻഡ് ഐ തിങ്ക് he is very underrated. Actually, Ajit Varghese is one of the latest guys who is actually bringing up a lot of talent in the Malayalam movie industry. എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ സിനിമ പോയി കാണുക. ഗഗനചാരി is one hell of a movie and it's one fun ride and it's worth watching. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ, this is Gautam signing off from Opera Frames Chillax the Movie Talk. Bye-bye.